നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ അധിക്ഷേപകരമായ പരാമർശം നടത്തിയ ബി.ജെ.പി. മന്ത്രി വിജയ് ഷായ്ക്കെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ട് മധ്യപ്രദേശ് ഹൈക്കോടതി. മന്ത്രി വിജയ് ഷായ്ക്കെതിരെ കേസെടുക്കാൻ സംസ്ഥാന പോലീസ് മേധാവിയോടാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ ദിവസമാണ് മധ്യപ്രദേശിലെ മന്ത്രി വിജയ് ഷാ കേണൽ ഖുറേഷിക്കെതിരെ അധിക്ഷേപകരമായ പരാമർശം നടത്തിയത്. സോഫിയ ഖുറേഷിയെ ഭീകരരുടെ സഹോദരി എന്ന വിധത്തിൽ പരാമർശിച്ചാണ് മന്ത്രി പൊതുപരിപാടിക്കിടെ അധിക്ഷേപിച്ചത്. നമ്മുടെ പെൺമക്കളെ വിധവകളാക്കിയവരെ പാഠം പഠിപ്പിക്കാനായി അവരുടെ തന്നെ സഹോദരിയെ നമ്മൾ അയച്ചു എന്നായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ. ഈ പരാമർശം വിവാദമായതോടെ മന്ത്രി വിജയ് ഷാ മാപ്പ് പറയുകയും ചെയ്തിരുന്നു. വിവാദമായതോടെ മന്ത്രി വാക്കുകൾ മയപ്പെടുത്തി. സോഫിയ ഖുറേഷി ജാതിക്കും മതത്തിനും അതീതമായി ഇന്ത്യക്ക് അഭിമാനം കൊണ്ടുവന്നു. രാജ്യത്തോടുള്ള അവരുടെ സേവനത്തിന് അവരെ അഭിവാദ്യം ചെയ്യുന്നു. സ്വപ്നത്തിൽ പോലും അവരെ അപമാനിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് കഴിയില്ല. എന്റെ വാക്കുകൾ സമൂഹത്തെയും മതത്തെയും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ 10 തവണ ക്ഷമ ചോദിക്കാൻ തയ്യാറാണെന്ന് മന്ത്രി പിന്നീട് പറഞ്ഞു. മന്ത്രിയുടെ വാക്കുകൾക്കെതിരെ പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു. വിജയ് ഷായെ സംസ്ഥാന മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. വിജയ് ഷായുടെ വാക്കുകൾ ബി.ജെ.പിയുടെ നയമാണോ മന്ത്രിയുടെ വായിലൂടെ പുറത്തു വന്നതെന്നും ഉടൻ വിജയ് ഷായെ പുറത്താക്കണമെന്നും മധ്യപ്രദേശ് PCC ആവശ്യപ്പെട്ടു. ദേശീയതലത്തിൽ മന്ത്രിയുടെ രാജി ആവശ്യം പ്രതിപക്ഷം ശക്തമാക്കി. ബി.ജെ.പി. നേതാവ് നടത്തിയ ഭീകരരുടെ സഹോദരി പരാമർശത്തിൽ ദേശീയ വനിതാ കമ്മീഷനും അപലപിച്ചു. സ്ത്രീകൾക്കെതിരായ ഇത്തരം പ്രസ്താവനകൾ അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണെന്നും സമൂഹത്തിലെ സ്ത്രീകളുടെ അന്തസ്സിനെ മുറിവേൽപ്പിക്കുന്നത് മാത്രമല്ല രാജ്യത്തിന്റെ സുരക്ഷയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന രാജ്യത്തിന്റെ പെൺമക്കളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും വനിതാ കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. വിവാദ പരാമർശം നടത്തിയ മധ്യപ്രദേശിലെ ബി.ജെ.പി. മന്ത്രി വിജയ് ഷായുടെ പേരെടുത്ത് പറയാതെയാണ് ദേശീയ വനിതാ കമ്മീഷൻ വിഷയത്തിൽ അപലപിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പ്രതിരോധ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലൂടെയാണ് കേണൽ ഖുറേഷി ശ്രദ്ധിക്കപ്പെടുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കാനായി വനിതാ ഉദ്യോഗസ്ഥരായ കേണൽ ഖുറേഷിയെയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗിനെയും ആയിരുന്നു ചുമതലപ്പെടുത്തിയിരുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പല തവണകളായി ഇരുവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. ഇൻഡോർ ജില്ലയിലെ മഹുവിൽ നടന്ന പരിപാടിയിൽ പ്രസംഗിക്കവെയായിരുന്നു മന്ത്രി വിവാദ പരാമർശം നടത്തിയത്. വിജയ് ഷാ പ്രസംഗത്തിൽ നരേന്ദ്രമോദിയെ പുകഴ്ത്തിയിരുന്നു. പ്രസംഗത്തിന്റെ വീഡിയോ പ്രതിപക്ഷ പാർട്ടികൾ അവരുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെയാണ് സംഭവം വിവാദമായത്. ഏപ്രിൽ 22-ന് കശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പ്രതികാരം ചെയ്യാൻ പ്രധാനമന്ത്രി പാകിസ്ഥാനിലുള്ള ഭീകരരുടെ അതേ സമുദായത്തിൽ നിന്നുള്ള സഹോദരിയെയാണ് അയച്ചതെന്നായിരുന്നു വിജയ് ഷായുടെ വിവാദ പ്രസ്താവന. ഇന്ത്യൻ സൈന്യത്തിൽ മികച്ച റെക്കോർഡുകളുണ്ട് കേണൽ ഖുറേഷിക്ക്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയ്ക്കും വ്യോമസേന വിംഗ് കമാൻഡർ വ്യോമിക സിംഗിനും ഒപ്പമാണ് കേണൽ ഖുറേഷി പത്രസമ്മേളനങ്ങൾ നടത്തിയത്. ഇവർക്കെതിരെ വിവാദ പരാമർശം നടത്തിയതിന് കനത്ത പ്രതിഷേധമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ മന്ത്രിക്ക് നേരെ നടക്കുന്നത്. വിജയ് ഷായുടെ രാജിവെക്കാൻ ബി.ജെ.പി. ആവശ്യപ്പെടണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. വിജയ് ഷായുടെ പരാമർശം ഇന്ത്യൻ സേനയെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നാണ് കോൺഗ്രസ് ആരോപിച്ചത്. ഷായുടെ പരാമർശങ്ങൾ അപമാനകരവും ലജ്ജാകരവുമാണെന്ന് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതികരിച്ചു. ബി.ജെ.പി. RSS മാനസികാവസ്ഥ എപ്പോഴും സ്ത്രീവിരുദ്ധമാണെന്നും ഖാർഗെ കൂട്ടിച്ചേർത്തു. ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ ധാരണയിലെത്തിയതിന് പിന്നാലെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയ്ക്കെതിരെ കടുത്ത സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിരുന്നു. മിശ്രയെയും അദ്ദേഹത്തിന്റെ മകൾക്ക് നേരെയും അധിക്ഷേപകരമായ കമന്റുകളാണ് സൈബർ ഇടത്തിൽ ഒരു വിഭാഗം ആളുകളിൽ നിന്നുണ്ടായത്. രാജ്യദ്രോഹിയെന്നും ചതീനമെന്നുമുള്ള കമന്റുകളാണ് പലരും പോസ്റ്റ് ചെയ്തത്. ചിലർ മിശ്രയുടെയും മകളുടെയും പൗരത്വം തന്നെ ചോദ്യം ചെയ്തിരുന്നു. മിശ്രയുടെ മകൾ അഭിഭാഷകയാണ്. റോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് വേണ്ടി നിയമസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകിയത് ചൂണ്ടിക്കാട്ടിയാണ് ചിലർ കമന്റുകളുമായി വന്നത്. ഇതിനു പുറമെ ദി വയർ എന്ന മാധ്യമ സ്ഥാപനത്തിനെ അനുകൂലിച്ചെഴുതിയതിനെയും ചിലർ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. സൈബർ അധിക്ഷേപം രൂക്ഷമായതോടെ മിശ്രയുടെ എക്സ് അക്കൗണ്ട് ലോക്ക് ചെയ്യേണ്ടുന്ന സാഹചര്യവുമുണ്ടായി. മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും മിശ്രയെ പിന്തുണച്ച് രംഗത്ത് വന്നിരുന്നു. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട നേവി ഉദ്യോഗസ്ഥൻ വിനയ് നർവാളിന്റെ ഭാര്യ ഹിമാംഷിക്കെതിരെയും സൈബർ ആക്രമണം ഉണ്ടായിരുന്നു. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ മുസ്ലിങ്ങളെ ലക്ഷ്യമിടുന്നതിനെതിരെ സംസാരിച്ചതിനാണ് അവർക്കെതിരെ ഒരു വിഭാഗം തിരിഞ്ഞത്. മിശ്രയ്ക്ക് പിന്തുണയുമായി മുൻ സഹപ്രവർത്തകർ, പ്രതിപക്ഷം, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ കൂട്ടായ്മ എന്നിവർ രംഗത്ത് വന്നിരുന്നു.